അപ്പോ രാധു, നമ്മൾ ഒന്നുകൂടി ആഘോഷിക്കുകയല്ലേ? ശ്രീനാഥ് രാധികയുടെ മുഖത്തുകൂടി വിരലോടിച്ചു. ശ്രീനാഥ് തന്റെ മുഖം രാധികയോട് അടുപ്പിച്ചതും ശ്രീനാഥ് തെറിച്ചു വീണു. തെറിച്ചു വീണ ശ്രീനാഥ് കരിയിലകൾക്കിടയിൽ മുട്ടുകുത്തി നിന്നു. രാധു! ശ്രീനാഥ് രാധികയുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. രാധു, കണ്ണു തുറക്കുമോളെ, നിന്റെ ശ്രീയേട്ടനാ വിളിക്കുന്നേ. രാധു, രാധു! രാധിക കണ്ണു തുറന്നു. എന്നെ ഒന്നും ചെയ്യല്ലേ ശ്രീയേട്ടാ. രാധിക കരഞ്ഞു. ഇല്ല മോളെ. ശ്രീനാഥ് രാധികയെ കെട്ടിപ്പിടിച്ചു. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ. എന്നിട്ടും എന്തിനാ എന്നോട് ഇങ്ങനെ? ഇല്ല രാധു, ഞാനല്ല. അങ്ങോട്ട് നോക്ക്. ശ്രീനാഥ് കൈ ചൂണ്ടി. രാധിക നോക്കിയപ്പോൾ ശ്രീനാഥിന്റെ അതേ രൂപത്തിൽ മറ്റൊരാൾ തങ്ങളെ നോക്കുന്നത് രാധിക കണ്ടു. രാധിക ഭയത്തോടെ ശ്രീനാഥിന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. പെട്ടെന്നാണ് ശ്രീനാഥിന്റെ തലയ്ക്ക് അടിയേറ്റത്. ശ്രീനാഥിന് ബോധം പോകുന്നതുപോലെ തോന്നി. ശ്രീനാഥ് വേദനയോടെ തിരിഞ്ഞു നോക്കി. ക്രിസ്റ്റിയായിരുന്നു. ശ്രീയേട്ടാ! രാധിക വീഴാൻ പോയ സ്ത്രീയെ പിടിച്ചു. ശ്രീയേട്ടാ, ശ്രീയേട്ടാ, കണ്ണു തുറക്ക്. പ്ലീസ് ശ്രീയേട്ടാ, ശ്രീയേട്ടാ. രാധിക കരഞ്ഞു. വാ, നമുക്ക് പോകാം അയാൾ എഴുന്നേൽക്കുന്നതിന് മുൻപ്. ക്രിസ്റ്റി രാധികയുടെ കൈ പിടിച്ചു. എന്നെ വിട്, എന്നെ വിടാൻ. നീ എന്താ പറയുന്നേ? വാ, എഴുന്നേൽക്ക്. ക്രിസ്റ്റി രാധികയുടെ കൈ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നെ വിടടാ. രാധിക ക്രിസ്റ്റിയുടെ മുഖത്തേക്കടിച്ചു. അങ്ങോട്ട് നോക്ക്. രാധിക പറഞ്ഞിടത്തേക്ക് ക്രിസ്റ്റി നോക്കി. രണ്ടാളോ? ക്രിസ്റ്റി അറിയാതെ പറഞ്ഞു. അയ്യോ ശ്രീയേട്ടാ, ശ്രീയേട്ടാ, കണ്ണു തുറക്ക് പ്ലീസ്. രാധിക ശ്രീയുടെ അടുത്തിരുന്ന് കരഞ്ഞു. എടീ! ശ്രീനാഥിന്റെ രൂപം അലറി. അയാൾ വന്ന് രാധികയുടെ കൈ പിടിച്ച് വലിച്ചിഴിച്ചു. ശ്രീയേട്ടാ! രാധിക താഴെ വീണുകിടക്കുന്ന ശ്രീനാഥിനെ നോക്കി കരഞ്ഞു. എടാ! ക്രിസ്റ്റി ഓടി വന്നതും ക്രിസ്റ്റിയുടെ മുന്നിൽ ഗൗരി വന്നു നിന്നു. ഗൗരിയെ കണ്ടതും ക്രിസ്റ്റി ഭയപ്പെട്ട് പിന്നിലേക്ക് വീണു. ഗൗരി ക്രിസ്റ്റിക്ക് നേരെ നടന്നു. ക്രിസ്റ്റി പിന്നിലേക്ക് നിരങ്ങിത്തുടങ്ങി. ഗൗരി നോക്കുമ്പോൾ ശ്രീനാഥിന്റെ രൂപം രാധികയെ വലിച്ചിഴിച്ചു കൊണ്ടുപോവുകയായിരുന്നു. രാധിക ശ്രീനാഥിനെ വിളിച്ചു കരഞ്ഞുകൊണ്ടേയിരുന്നു. ശ്രീയേട്ടാ! ശ്രീയേട്ടാ! രാധിക കരഞ്ഞു. ഇരുട്ടിൽ എവിടെ നിന്നോ പാറി വന്ന വെള്ളപ്പുക ശ്രീനാഥിലേക്ക് വന്നു പതിച്ചതും ശ്രീനാഥ് കണ്ണു തുറന്നു. രാധിക, എന്റെ രാധു! ശ്രീനാഥ് എഴുന്നേറ്റു. രാധിക! ശ്രീനാഥ് അലറി. ശ്രീനാഥ് ക്രിസ്റ്റിയുടെ മുന്നിൽ നിൽക്കുന്ന ഗൗരിയെ നോക്കി, ക്രിസ്റ്റിയെയും. ശ്രീനാഥ് ക്രിസ്റ്റിയുടെ അടുത്ത് വന്ന് നെറ്റിയിൽ കൈവച്ചതും ക്രിസ്റ്റി കണ്ണുകൾ അടച്ചു കിടന്നു. രാധികയെ അയാൾ വലിച്ചിഴിച്ചു കൊണ്ടുവന്നിട്ടു. അയാൾ രാധികയെ നോക്കി. നീ എന്റെ നീലിമയാ, എന്റെ പെണ്ണ്. നിന്നെ എനിക്ക് വേണം. കാലങ്ങളായുള്ള എന്റെ മോഹം എനിക്ക് തീർക്കണം. എത്ര മോഹിപ്പിച്ചു നീ എന്നെ. നിന്റെ ആ മുട്ടോളമുള്ള കാച്ചിയ എണ്ണ മണക്കുന്ന ഇടതൂർന്ന മുടിയും വാലിട്ടെഴുതിയ കണ്ണും ചുവന്നു തൊടുത്ത ചുണ്ടും. എന്തിന്? നിന്റെ നഖം പോലും എന്നെ മോഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിനക്ക് എന്നെയല്ല, വൈശാഖനെയാണ് ഇഷ്ടമെന്നറിഞ്ഞപ്പോ അപ്പോ മുതൽ ഞാൻ നിന്നെ ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം ആ വൈശാഖൻ എന്റെ ശത്രുവായിരുന്നു. അവനിൽ നിന്ന് നിന്നെ തട്ടിയെടുക്കുക എന്നത് എനിക്കൊരു ലഹരിയായി തോന്നി. പക്ഷെ നീയും അവനും എന്നെ ചതിച്ചു. എന്റെ നീലിമയെ അവൻ താലി കെട്ടി. നീ എന്റെയാ. അന്ന് നടക്കാതെ പോയ എന്റെ മോഹം ഇന്ന് ഈ രാത്രി ഞാൻ നടത്തും. നീ എന്റേതാവും. മഹേന്ദ്രൻ ഉറക്കെ ചിരിച്ചു. അതിന് നീ മറ്റൊരു ജന്മം ജനിക്കണം മഹേന്ദ്ര. ശ്രീനാഥ് മഹേന്ദ്രന്റെ മുന്നിൽ വന്നു നിന്നു. വൈശാഖൻ? മഹേന്ദ്രൻ പറഞ്ഞു. അതെ, വൈശാഖൻ തന്നെ. അന്നും ഇന്നും എന്നും
നിന്റെ ശത്രുവായ വൈശാഖൻ. വൈശാഖന്റെ കണ്ണ് ചുവന്ന് കലങ്ങിയിരുന്നു. മഹേന്ദ്രൻ വൈശാഖന്റെ അടുത്തേക്ക് ചീറി വന്നതും വൈശാഖൻ മഹേന്ദ്രനെ ചവിട്ടിത്താഴ്ത്തി. മഹേന്ദ്രൻ തെറിച്ചു വീണത് ഗൗരിയുടെ കാൽച്ചുവട്ടിലേക്കായിരുന്നു. ഗൗരി വൈശാഖനെ നോക്കി. പിന്നെ തന്റെ കാൽക്കൽ കിടക്കുന്ന മഹേന്ദ്രനെയും. ഗൗരി മഹേന്ദ്രനെ എഴുന്നേൽപ്പിച്ചു. ഗൗരി വൈശാഖനെ രൂക്ഷമായി നോക്കി. ഗൗരിയുടെ കണ്ണിൽ നിന്ന് പാറിയ തീ വൈശാഖിന് നേരെ നിന്നു. വൈശാഖന്റെ അടുത്തെത്തിയതും അത് തനിയെ കെട്ടടങ്ങി. വൈശാഖൻ ചിരിച്ചു. എന്നെ നോവിക്കാനുള്ള അടവൊന്നും നീ പഠിച്ചിട്ടില്ല. അതൊക്കെ വല്ല ചള്ളു പിള്ളേരെ പേടിപ്പിക്കാനെടുക്ക് ഗൗരി, എന്റെ നേർക്ക് വേണ്ട. വൈശാഖൻ കണ്ണടച്ചു തുറന്നതും വൈശാഖൻ തന്നിൽ നിന്ന് ശ്രീനാഥിനെ അടർത്തി മാറ്റി. ശ്രീനാഥ് വൈശാഖനെ നോക്കി. തന്നെപ്പോലെ തന്നെ. ശ്രീനാഥ്, നീ നിന്റെ ഭാര്യയുമായി പോ. ഇവനെ ഞാൻ നോക്കിക്കോളാം. പോ! വൈശാഖൻ അലറി. ഗൗരി, നീ അവളെ വിടരുത്. അവളെ എനിക്ക് വേണം. നീ പോ. പോയി അവളെ കൊണ്ടുവാ. മഹേന്ദ്രൻ ഗൗരിക്ക് ആജ്ഞ നൽകി. ശ്രീനാഥ് രാധികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വാ രാധു. ശ്രീനാഥ് രാധികയുടെ കൈ പിടിച്ചോടി. ആഞ്ഞു വീശുന്ന കാറ്റിനെ വകഞ്ഞ് ശ്രീനാഥ് രാധികയുടെ കൈ പിടിച്ച് കുന്നിന്റെ മുകളിലേക്ക് ഓടിക്കയറി. വയ്യ, എനിക്കിനി വയ്യ. രാധിക തളർന്നു. ശ്രീയേട്ടാ, എന്നെക്കൊണ്ടിനി ആവില്ല. അങ്ങനെ പറയല്ലേ രാധു. ഈ അമാവാസ്യ അവസാനിക്കാൻ ഇനി നാഴികകളേ ഉള്ളൂ. വാ. ശ്രീനാഥ് രാധികയെ പിടിച്ച് നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് മുന്നിൽ ഗൗരി വന്നു നിന്നത്. ഇവളെ ഇവിടെ നിർത്തിക്കോ ശ്രീയേട്ടാ. ഗൗരി രാധികയെ നോക്കി. എന്റെ മുന്നീന്ന് മാറി നിൽക്ക് ഗൗരി. എന്നെ കൊന്നിട്ടേ നീ ഇവളെ തൊടൂ. രാധിക ശ്രീയുടെ പിന്നിലേക്ക് മാറി നിന്നു. നിങ്ങൾക്കറിയാം എന്നെക്കൊണ്ട് നിങ്ങളെ കൊല്ലാനാവില്ലെന്ന്. പക്ഷേ ഇവളെ കൊല്ലും ഞാൻ. ശ്രീയേട്ടൻ തടസ്സം നിൽക്കരുത്. നിൽക്കും. ഇവളെന്റെയാ. എനിക്കിവളെ വേണം. ഇവളില്ലെങ്കിൽ ഞാനില്ല. നീ ഒന്നെന്നെ മനസ്സിലാക്കുക ഗൗരി, പ്ലീസ്. ഇതെന്റെ ഭാര്യയാ. ഞാൻ എങ്ങനെ ഇവളെ നിനക്ക് എങ്ങനെ കൊല്ലാൻ തരും? അപ്പോ ഞാനോ? ഞാൻ നിങ്ങളുടെ ആരാ? എനിക്ക് വേണ്ടത് ഇവളെയാ. ഇവളെ മാത്രം. ഇന്ന് അമാവാസിയാണ് ശ്രീയേട്ടാ. ശ്രീയേട്ടന് കാവൽ നിൽക്കുന്ന ഒരു ദൈവങ്ങളും ഇന്ന് വിളി കേൾക്കില്ല. ഇന്ന് ഞങ്ങൾ ആത്മാക്കളുടെ ദിവസമാണ്. ഗൗരി രാധികയെ നോക്കി. രാധിക ശ്രീനാഥിന്റെ പിന്നിലേക്ക് മാറി നിന്നു. ഗൗരി ശ്രീനാഥിന് നേരെ നടന്നു തുടങ്ങി. ദൈവമേ, ഇനിയും സമയമുണ്ട് അമാവാസ്യ അവസാനിക്കാൻ. ശ്രീനാഥ് വാച്ചിലേക്ക് നോക്കി. അതുവരെ ഞാൻ എങ്ങനെ രാധികയെ സംരക്ഷിക്കും? ശ്രീനാഥ് രാധികയുടെ കൈ മുറുകെ പിടിച്ചു. അവളെ വിട്ടേക്ക് ശ്രീയേട്ടാ. ഇല്ലെങ്കിൽ എനിക്ക് ശ്രീയേട്ടനെ വേദനിപ്പിക്കേണ്ടി വരും. നീ എന്നെ കൊന്നോ ഗൗരി എന്ന് പറഞ്ഞ് ശ്രീനാഥ് തിരിഞ്ഞു നിന്ന് രാധികയെ കെട്ടിപ്പിടിച്ചു. എന്നെ കൂടി കൊന്നേക്ക്. അല്ലാതെ ഇവളെ മാത്രമായി ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. എന്നെക്കാളും വലുത് നിങ്ങൾക്കിവളാണല്ലേ? ഗൗരിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ഗൗരി ശ്രീനാഥിന്റെ കഴുത്തിലേക്ക് തന്റെ കൂർത്ത നഖങ്ങൾ ആഴത്തിലിറക്കി. രക്തം പൊടിഞ്ഞു. ശ്രീനാഥ് വേദന കൊണ്ട് ഉറക്കെ കരഞ്ഞു. എന്നെ വിട് ശ്രീയേട്ടാ. രാധിക ശ്രീയിൽ നിന്ന് കുതറി മാറി. എന്നെ വിടാൻ. രാധിക ശ്രീനാഥിന്റെ കൈ വിടുവിച്ചു. ശ്രീനാഥ് പിൻകഴുത്തിൽ കൈവച്ച് വേദന കടിച്ചമർത്തി. ശ്രീയേട്ടാ. രാധിക ശ്രീനാഥിന്റെ അടുത്തേക്ക് വന്നതും ഗൗരി രാധികയുടെ മുന്നിൽ കയറി നിന്ന് തടഞ്ഞു. ഗൗരി, നോ. ശ്രീനാഥ് കഴുത്തിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി നടന്നു രാധികയ്ക്ക് നേരെ. ഗൗരി നേരെ വരുന്നതിനൊപ്പം രാധിക പിന്നിലേക്ക് നടന്നു. രാധിക കുന്നിന്റെ അറ്റത്തെത്തി നിന്നു. ഗൗരി അപ്പോഴും രാധികയ്ക്ക് നേരെ നടക്കുകയായിരുന്നു. നോ ഗൗരി, പ്ലീസ് പ്ലീസ്. ശ്രീനാഥ് കരഞ്ഞുകൊണ്ട് ഓടി വന്നു. ഗൗരി ശ്രീനാഥിനെ നോക്കി ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തി രാധികയെ തള്ളി. രാധു! ശ്രീനാഥ് അലറി. രാധു! ശ്രീനാഥ് രാധികയുടെ കൈ പിടിച്ചു. ശ്രീനാഥ് രാധികയെ പിടിച്ചു കയറ്റാൻ നോക്കി. രാധു!
ഗൗരി ശ്രീനാഥിന്റെ കയ്യിൽ ചവിട്ടിപ്പിടിച്ചു. ശ്രീനാഥ് വേദന കൊണ്ട് പുളഞ്ഞു തുടങ്ങി. ഗൗരി സർവശക്തിയും എടുത്ത് ചവിട്ടി നിന്നു. എന്നെ വിട്ടേക്ക് ശ്രീയേട്ടാ. രാധിക കരഞ്ഞു. എന്നെ വിട്ടേക്ക്. രാധിക തന്റെ കൈ ശ്രീനാഥിന്റെ കയ്യിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ശ്രീനാഥ് മുറുക്ക പിടിച്ചു വേദന കടിച്ചമർത്തി. എന്നെ വിട്ടേക്ക് ശ്രീയേട്ടാ. രാധിക കരഞ്ഞു പറഞ്ഞു. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. ശ്രീനാഥിന് തന്റെ കയ്യിലെ എല്ലുകൾ പൊടിയുന്ന പോലെ തോന്നി. എന്നാ ഞാനും വരാൻ രാധു, നമുക്കൊപ്പം മരിക്കാം. മഴയും കാറ്റും അടങ്ങി, പ്രകൃതി ശാന്തമായി. ശ്രീനാഥ് പതിയെ രാധികയെ പിടിച്ചു കയറ്റി. രാധു. ശ്രീനാഥ് രാധികയെ കെട്ടിപ്പിടിച്ചു. ശ്രീയേട്ടാ. രാധിക കരഞ്ഞു. ഗൗരി അവരെ നോക്കി നിന്നു. ശ്രീനാഥ് ഗൗരിയെ നോക്കി. ഗൗരിയുടെ കണ്ണുകൾ നിറയുന്നത് ശ്രീനാഥ് കണ്ടു. ഗൗരി. ശ്രീനാഥ് രാധികയെ വിട്ട് ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. ഗൗരി ശ്രീനാഥിനെ കെട്ടിപ്പിടിച്ചു. എനിക്കറിയാം ശ്രീയേട്ട, എന്നെ പറഞ്ഞയക്കാനായി ഒരുങ്ങുന്ന മന്ത്രക്കളം ഉണ്ടെന്ന്. എനിക്ക് പോവണ്ട. ശ്രീയേട്ടൻ്റെ ഒപ്പം ജീവിക്കണം എനിക്ക്. ഞാൻ തോറ്റു നിങ്ങളുടെ സ്നേഹത്തിന് മുൻപിൽ. ഞാനൊരു പാപിയാ. എൻ്റെ സ്വാർത്ഥതയ്ക്ക് ഞാൻ എല്ലാവരെയും ഉപയോഗിച്ചു. രാധികയെ കൊല്ലാൻ ആഗ്രഹിച്ചു. ഒക്കെ എനിക്ക് ശ്രീയേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാ. ഗൗരി കരഞ്ഞു. കരയല്ലേ ഗൗരി, എനിക്കറിയാം നിന്നെ. നിന്നെ നോവിക്കാൻ ഞാൻ എന്തൊക്കെയോ ഒരുപാട് പറഞ്ഞു. വേണോന്ന് വെച്ചിട്ടല്ല. എന്നെ മറക്കോ ശ്രീയേട്ടൻ? ഞാൻ പോയാ മറക്കരുത്. ഈ മനസ്സിലെങ്കിലും ഒരിടത്ത് ഞാൻ ഉണ്ടായിക്കോട്ടെ. എനിക്കത് മാത്രം മതി. നിന്നെ മറന്നാ ശ്രീനാഥ് ഉണ്ടോ ഗൗരി? നിന്നെ ദേഷ്യപ്പെടുത്താൻ നിന്നെ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും 1000 രാധികമാർ വന്നാലും നിനക്കെന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവും എന്നും. ശ്രീനാഥ് ഗൗരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പക്ഷേ അതിനെന്റെ രാധികയുടെ ജീവൻ നീ ചോദിക്കരുത്. തരില്ല ഞാൻ. ഗൗരി രാധികയെ നോക്കി. കേട്ടില്ലേ രാധികെ, നിന്നേക്കാ ഈ മനസ്സിൽ ഞാനാ ഉള്ളത്. രാധിക മൂളി. എനിക്കറിയാം, അതിന്റെ ബാക്കി മതി എനിക്ക്. പക്ഷേ ശ്രീയേട്ടനെ ഞാൻ തരില്ല. ഗൗരി, നീ എന്നെ വെറുക്കല്ലേ. എന്ന് നീ എന്റെയാ, ഞാൻ നിന്റെയും. പക്ഷേ ഇവളോടുള്ള കർത്തവ്യമുണ്ട്, അതെനിക്ക് പാലിച്ചേ പറ്റൂ. നല്ലൊരു ഭർത്താവായി. മതി ശ്രീയേട്ടാ, എനിക്ക് പോകാൻ തോന്നില്ല. അടുത്ത ജന്മം എനിക്ക് വേണം. എന്റെ സ്വന്തമായിട്ട് ആർക്കും പിരിക്കാനാകാതെ എനിക്ക് വേണം. ഞാൻ ആരെ ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല. എന്റെ ശ്രീയേട്ടൻ എന്നെ വെറുക്കാൻ പാടില്ല. എന്റെ ശ്രീയേട്ടന്റെ വെറുപ്പ് സമ്പാദിക്കാൻ എനിക്കാവില്ല. ഗൗരി ശ്രീനാഥിനെ വിട്ടുമാറി നിന്നു. ഞാൻ പോവാ. എന്നെ പറഞ്ഞയക്കാൻ ഒരുങ്ങിയിടത്തേക്ക് ഞാൻ പോവാ. ശ്രീയേട്ടാ, ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയാക്കി ഞാൻ പോവാ. ഞാൻ പോവാ. ശ്രീനാഥ് കരഞ്ഞു. ഗൗരി ശ്രീനാഥിന്റെ കൈപിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. പതിയെ ഗൗരി അന്തരീക്ഷത്തിൽ പുകയായി ഉയർന്നു. മുഴുവന്നൂറിന് ചുറ്റും പരിക്രമികൾ കണ്ണടച്ച് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു. മുഴുവന്നൂർ അഗ്നികുണ്ഡത്തിലേക്ക് പൂക്കൾ മന്ത്രങ്ങൾക്കൊപ്പം സമർപ്പിച്ചുകൊണ്ടിരുന്നു. രഘുവും സഹദേവനും കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. അടുത്തുതന്നെ അരുണും ലച്ചുവും സച്ചിയും ബാലയും ഉണ്ടായിരുന്നു. പതിയെ കാറ്റ് വീശി തുടങ്ങി. മുഴുവന്നൂർ മന്ത്രം ഇടമുറിയാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. കാറ്റിനൊപ്പം ഗൗരി തനിക്കായി ഒരുക്കിയ ഇരിപ്പിടത്തിൽ വന്നിരുന്നു. എല്ലാവരും ഒന്ന് ഭയപ്പെട്ടു. ഗൗരി എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും
ശ്രീനാഥും രാധികയും അവിടേക്കെത്തി. ഗൗരി ശ്രീനാഥിനെ നോക്കി, ശ്രീനാഥ് ഗൗരിയെയും. ആദ്യമായി ഗൗരിയോട് ഇഷ്ടം തോന്നിയതും പറഞ്ഞതും ഒഴിവാക്കി നടന്നപ്പോൾ ഉമ്മ കൊടുത്തതും മുതൽ മരിച്ചു കിടക്കുന്ന ഗൗരിയെ വരെ ശ്രീനാഥിന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശ്രീനാഥിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഗൗരി ശ്രീനാഥിനെ നോക്കി ചിരിച്ചു. ആവാഹന മന്ത്രങ്ങൾ ഗൗരിയെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും ശ്രീനാഥിനെ തന്നെ ഗൗരി നോക്കിയിരുന്നു. മരിക്കാനാണെങ്കിലും നമ്മൾ ഒരുമിച്ചേ മരിക്കൂ ഗൗരി. ശ്രീനാഥ് ഗൗരിയുടെ കൈ പിടിച്ചു പറഞ്ഞു. പിന്നെ ആദ്യം ഞാൻ മരിക്കും, എന്നിട്ടേ ശ്രീയേട്ടൻ മരിക്കൂ. ഗൗരി മുഖം വീർപ്പിച്ചു. ശ്രീനാഥ് തിരിഞ്ഞു നിന്ന് മുഖം പൊത്തിനിന്ന് കരഞ്ഞു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അഗ്നികുണ്ഡത്തിനടുത്തുള്ള മരം കൊണ്ടുള്ള സ്ത്രീരൂപത്തിലേക്ക് മുഴുവന്നൂർ ഗൗരിയെ ആവാഹിക്കാൻ തുടങ്ങി. ഗൗരി അലറിക്കരഞ്ഞു. ശ്രീനാഥ് ചെവി പൊത്തിപ്പിടിച്ചു. മുഴുവന്നൂർ തന്റെ ശക്തിയേറിയ മന്ത്രങ്ങൾക്കൊപ്പം ഗൗരിയെ ആവാഹിച്ചു. ശ്രീനാഥ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പുഞ്ചിരിയോടെ ഗൗരി അവരുടേതായ ലോകത്തേക്ക് പോയി. ശ്രീനാഥ് നിലത്തിരുന്ന് കരഞ്ഞു. ഞാനാണ് എല്ലാറ്റിനും കാരണം. അവളെ ഇവിടെ പിടിച്ചു നിർത്തിയത് ഞാനാ. എല്ലാറ്റിനും കാരണം ഞാനാ. ശ്രീനാഥ് കരഞ്ഞു. മോനെ. സഹദേവൻ ശ്രീനാഥിന്റെ അടുത്തു വന്നിരുന്നു. അവള് പോയച്ചാ. ഞാനായിട്ട് പിടിച്ചു വെച്ച ആ പാവത്തെ ഞാൻ തന്നെ പറഞ്ഞയച്ചു. ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ അവളെ, അല്ലേ? അവളെന്നെ വെറുക്കില്ല. വെറുക്കാൻ അവൾ പഠിച്ചിട്ടില്ല. ശ്രീനാഥ് കണ്ണീരടക്കി പിടിക്കാൻ ശ്രമിച്ചു. അവള് പോട്ടെ അച്ഛാ. അവള് പാവാ. എന്നെ അതിര് കവിഞ്ഞ് സ്നേഹിച്ചു എന്ന തെറ്റ് മാത്രമേ അവള് ചെയ്തിട്ടുള്ളൂ. മതി മോനെ, വാ നമുക്ക് പോകാം. ഇല്ല അച്ഛാ, അച്ഛൻ പൊയ്ക്കോ. എല്ലാരും പൊക്കോ, ഞാൻ വരാം. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. പ്ലീസ് പ്ലീസ് അച്ഛാ. ശരി, നമുക്ക് പോകാം, സഹദേവൻ പറഞ്ഞു. രാധിക ശ്രീയെ നോക്കി നിന്നു. ശ്രീനാഥ് രാധികയെ നോക്കി. ശ്രീനാഥ് രാധികയ്ക്ക് നേരെ കൈനീട്ടി. രാധിക ശ്രീയുടെ കൈ പിടിച്ച് അടുത്തിരുന്നു. ശ്രീനാഥ് മണ്ണിൽ രാധികയുടെ മടിയിൽ കിടന്നു. കൺമുന്നിൽ തെളിഞ്ഞു വന്ന പെൺരൂപത്തെ കണ്ടപ്പോൾ ക്രിസ്റ്റി നിലവിളിച്ചു. ബോധം വന്നോ? രാധിക ക്രിസ്റ്റിയോട് ചോദിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് എഴുന്നേറ്റിരിക്കണം. ക്രിസ്റ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. രാധിക ക്രിസ്റ്റിയെ മെല്ലെ പിടിച്ചിരുത്തി. ക്രിസ്റ്റി രാധികയുടെ കൈ പിടിച്ചു. താൻ എങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു? ആഹാ, ബോധം തെളിഞ്ഞോ? ശ്രീനാഥും എല്ലാവരും അവിടേക്ക് വന്നു. രാധിക ശ്രീനാഥിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അരുൺ ക്രിസ്റ്റിയുടെ പൾസ് ചെക്ക് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, അരുൺ പറഞ്ഞു. എനിവേ, പരിചയപ്പെടാൻ മറന്നു. ഐ എം ഡോക്ടർ അരുൺ നന്ദൻ. ഇത് ലക്ഷ്മി. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. അരുൺ ലച്ചുവിനെ നോക്കി പറഞ്ഞു. ക്രിസ്റ്റി ലച്ചുവിനെ നോക്കി ചിരിച്ചു. ഞാൻ ഡോക്ടർ സച്ചിൻ തമ്പി. ഇതെന്റെ ഫിനാൻസി ഡോക്ടർ ബാല. സച്ചി പറഞ്ഞു. ഇനിയിപ്പോൾ ഞാനാണ് ബാക്കിയുള്ളതല്ലേ? ശ്രീനാഥ് പറഞ്ഞു. ഐ എം ഡോക്ടർ ശ്രീനാഥ് തമ്പി. ദിസ് ഈസ് മൈ വൈഫ് രാധിക ശ്രീനാഥ്. ശ്രീനാഥ് രാധികയെ ചേർത്തു പിടിച്ചു നിന്നു. രാധിക ശ്രീനാഥിനെ നോക്കി ചിരിച്ചു. ക്രിസ്റ്റി രാധികയെ നോക്കി.